കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാനും ഈ പ്രദേശത്തായിരിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ എന്റെ കുടുംബത്തിന് നൽകിയ ഈ നല്ല സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർ ക്രിസ്ത്യൻ ജോസഫ്, പാസ്റ്റർ റോയ്, പാസ്റ്റർ ടൈറ്റസ് അവരോട് ചേർന്നും അവരുടെ ഓരോരുത്തരോടും ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചർച്ചിനെ കുറിച്ച് വളരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ബ്രദർ സുജിത്ത് ഇവിടെ ആരാധനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നല്ലോ. എപ്പോഴും പറഞ്ഞാലും എന്തെങ്കിലും ചർച്ചിനെ കുറിച്ച് പറയാതെ അവൻ ഫോൺ നിർത്താറില്ലായിരുന്നു. ഇവിടെ കാണിച്ച എല്ലാ സ്നേഹത്തിനായിട്ടും മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറയുകയാണ്. കർത്താവ് ഇത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും വഴി നടത്തിയല്ലോ. ഹല്ലേലൂയ. ഞാൻ വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശ് ഭോപ്പാൽ എന്ന പ്രദേശത്ത് കർത്താവിന്റെ വേല കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് ഞാൻ തിരുവല്ല ഷാരോൺ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫസ്റ്റ് ടൈറ്റസിനെ പരിചയപ്പെടാണ്ടിരുന്നത്. ടൈറ്റസ് വളരെ ചെറുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ ഞങ്ങളുടെ ടീച്ചറും ഞങ്ങളുടെ പാസ്റ്ററും ആയിരുന്നു. ഇന്ന് ടൈറ്റസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൈറ്റസിന്റെ ഫാദറിന്റെ അതേ സൗണ്ട്, ആ ഒരു ശുശ്രൂഷ എനിക്ക് പിന്നെ അനുഭവപ്പെടാണ്ടായിരുന്നു. ദൈവം ദാസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മഹത്വമായ കാര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഫസ്റ്റ് ടൈറ്റസിന്റെ ഫാദർ എന്നെ 92-ൽ പഠിപ്പിച്ച കാര്യങ്ങൾ, 92-ൽ പ്രസംഗിച്ച കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും നല്ലതായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫാദർ ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മകനും ആ ഒരു കഴിവിനെയാണ് കിട്ടിയിരിക്കുന്നത്. ആ അനുഗ്രഹത്തിനാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ ഫാദർ പഠിപ്പിച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത് കോപ്പി ചെയ്ത് പ്രസംഗിക്കാറുണ്ട്. ഇപ്പോഴും പ്രസംഗിക്കാറുണ്ട്. എപ്പോഴും ഞാൻ യോസഫിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദറിനെ ഓർക്കാറുണ്ട്. അപ്പം ദൈവത്തിന്റെ ദാസൻ മകനെ എത്രത്തോളം നല്ലതായിട്ടാണ് ട്രെയിൻ ചെയ്തത്. ദൈവത്തിന്റെ ദാസന്മാരുടെ മക്കൾ പാസ്റ്റർമാരായി തീരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാസ്റ്റർമാരുടെ അവരുടെ ജീവിതം, അവരുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് അവരുടെ മക്കൾ സാധാരണ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ മാറിപ്പോകാറാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദാസന്മാരുടെ മക്കൾ ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട് അല്ലെ. ദാസനായ തേജസ്സിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിന് വേണ്ടി തന്റെ ദൈവം സൃഷ്ടിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല സാഹചര്യത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ശാരീരികമായിട്ട് ഞാനിവിടെ നിങ്ങളുടെ കൂടെ ആരാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇന്റർനെറ്റിലൂടെ നിങ്ങളോട് ആരാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ യൂട്യൂബ് നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, ആരാധന കാണാറുണ്ട്, പാസ്റ്ററിന്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ വർഷത്തെയാണ് തോന്നുന്നു നിങ്ങളുടെ ടീമിനെ കുറിച്ച് പാസ്റ്റർ ഇങ്ങനെ നെറ്റിലൂടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. തീം ഓഫ് ദിസ് ഇയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വർഷത്തെ തീം എന്താണെന്ന്? ചർച്ചിന്റെ ആണോ തീമിൻ്റെയാണോ? എനിക്ക് പാസ്റ്ററിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, യൂട്യൂബിനകത്ത് വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് പാസ്റ്റർ പറഞ്ഞത് വില്യം ഗേരിയുടെ വാക്കുകളാണ്. എന്താണ്? അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക. വലിയ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യുക, വലിയ കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ദൈവങ്ങളെ കഴിഞ്ഞ എത്രയും മാസങ്ങളായി, ജനുവരി തൊട്ട് ഇത്രയും മാസങ്ങളായല്ലോ നമ്മൾ ആ തീമിൽ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് കുറിക്കാൻ സാധിക്കുമോ? ദൈവത്തിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തിൽ അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ ഭാഗം മാത്രം ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ തന്റെ സഭയുടെ അംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധം അല്ലെ? ആ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്? മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധമാണ്. ഒരുവൻ മണവാട്ടിയാകുന്ന അല്ലെങ്കിൽ മണവാളനാകുന്നത് എപ്പോഴാണ്? ആ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ. വിവാഹത്തിന് മുമ്പും എൻഗേജ്മെന്റിന് ഇടയ്ക്കുമുള്ള സമയമാണ് ഒരാൾ ആരായിരിക്കുന്നത്? മണവാളനും മണവാട്ടിയുമായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും സന്തോഷപ്പെടും. കല്യാണത്തിനാരും പറയുമ്പോഴേ സന്തോഷിക്കാം. അപ്പം മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ
ആ സമയം, ആ പീരീഡ് ഉണ്ടല്ലോ, എൻഗേജ്മെന്റും കല്യാണത്തിനും ഇടയ്ക്കുള്ള ആ പീരീഡ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മണവാട്ടിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ മണവാട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കും. ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഫോണൊന്നും ചെയ്യാൻ പോകില്ല കേട്ടോ, എന്നാലും പയ്യെ കളിപ്പിച്ചൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ചെറിയ ഫോണൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്റെ ഭാര്യ എന്റെ കുഞ്ഞു ഇവിടെ ഉണ്ട്. നിൽക്കാവോ? എന്റെ ഭാര്യ ജെറോം, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ ഈ മണവാട്ടിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹം ആ മണവാട്ടിയോട് എന്തധികമാണ് അല്ലേ? അപ്പൊ മണവാട്ടിയായിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പെൺകുഞ്ഞ് നമ്മളോട് നമ്മൾ പറയുകയാണ്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പറയാൻ പാടുണ്ടോ? ഇല്ല. വേറെ ആരും നമ്മുടെ സ്നേഹത്തിന് പാത്രമാവോ? ഇല്ല. ആരാ പാത്രം? മണവാട്ടി മാത്രമേ പാത്രമാവൂ. അപ്പൊ യേശുവിന്റെ സഭ മണവാട്ടിയാണെങ്കിൽ യേശു ആരെയാ സ്നേഹിക്കുന്നേ? സഭയെ മാത്രമേ സ്നേഹിക്കുന്നത്. സഭയിൽ നിന്ന് മാറി ഒരാളിൽ നിന്ന് പറയുകയാണ്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ യേശു എന്തോ പറയും, അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, നീ എവിടെ കടന്നു വരിക? സഭയിലേക്ക് കടന്നു വരിക, എന്റെ സ്നേഹം മുഴുവൻ ഞാൻ തരാം. യേശുവിന്റെ സ്നേഹം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആൾക്കാരാണ് സഭയിലാണ്. ദൈവങ്ങളെ സഭയിലായിരിക്കുന്ന നമ്മൾക്ക് യേശുവിന്റെ മുഴുവൻ സ്നേഹമുണ്ട്. യേശു ഇവിടെ പൗലോസ് എഫേസ്യരെ പറയുകയാണ്, മനുഷ്യൻ ഭാര്യയും ഭർത്താവ് ഒരു ശരീരമായിരിക്കുന്നു, ഈ മർമ്മം വലിയത് ഞാൻ സഭയെയും ക്രിസ്തുവിനെ ആയിട്ട് പറയും. ഇത്രയും വലിയ മർമ്മം എന്തായിരിക്കുന്നത്? ക്രിസ്തുവും സഭയും. ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണ്. ഓക്കെ, ക്രിസ്തുവും സഭയും ആരാണ്? ഒരു ശരീരമാണ്. നമ്മൾ എത്ര പേര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ക്രിസ്തുവിനെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്? കയ്യെന്ന് പറഞ്ഞോ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. എത്ര പേര് സഭയെ സ്നേഹിക്കുന്നുണ്ട്? ഉയരുന്നേ ഇല്ല. സഭയെ സ്നേഹമില്ലാത്തവരാ പുറകിലിരിക്കുന്നത്. ക്രിസ്തു ആകുന്ന തലയെ ഒരുത്തൻ സ്നേഹിക്കുന്നുണ്ട്, സഭയാകുന്ന ശരീരത്തെ ഒരുത്തൻ സ്നേഹിക്കുന്നില്ല. അങ്ങനെ പറ്റുമോ? ഒരാളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? തലയെ സ്നേഹിക്കുന്നു, ശരീരത്തെ സ്നേഹിക്കുന്നില്ല? ഇല്ല. നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഒരാളെ കൂടുതലല്ലേ സ്നേഹിക്കുന്നത്? അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആരെ സ്നേഹിച്ചിരിക്കുന്നു? 100% ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ 100% നമ്മൾ സഭയെ സ്നേഹിച്ചിരിക്കും. സഭ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ, ക്രിസ്തുവിന്റെ ശരീരം ആരെ കൺട്രോൾ ചെയ്യുന്നേ? ക്രിസ്തുവാണ്. ബ്രെയിനാണ്, തലയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഈ സഭയോട് ചേർന്നായിരിക്കുന്നത്. ഈ സഭയിൽ നിന്ന് മാറിയാൽ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ശരീരത്തിൽ നിന്ന് മാറി ഒരാൾക്ക് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. ഈ കൈക്ക് നല്ല മസിലുണ്ട്, സൽമാൻ ഖാനെ പോലെ എന്റെ മസിലാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ശരീരത്തിൽ നിന്ന് മാറി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. ഞാൻ എന്റെ കൈയെ അങ്ങ് സെപ്പറേറ്റ് ആക്കുന്നു, ഞാൻ മാറ്റിയിട്ട് ഞാൻ മസിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? അത് പോയി, അതെന്തോ ആയിരുന്നു, നശിച്ചു പോയി. നമുക്ക് സഭയിൽ നിന്ന് മാറി നമ്മുടെ ടാലൻസോ നമ്മുടെ ശക്തിയോ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ടാലൻസ്, നമുക്ക് എന്തെല്ലാം ദൈവം നമുക്ക് ടാലൻസ് തന്നിട്ടുണ്ടോ അതെല്ലാം കാണിക്കേണ്ടത് എവിടാണ്? സഭയിലാണ്. സഭയെ മാറി, സഭയിൽ നിന്ന് വിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. വിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോയി. ആ വരുന്ന ജീവൻ, ബ്രെയിനിൽ നിന്ന് വരുന്ന ജീവനെല്ലാം നഷ്ടപ്പെട്ടു. ഒരുവൻ സഭയിലായിരിക്കുമ്പോൾ മാത്രമേ അവന് ജീവനുള്ളൂ. ദൈവമക്കളെ, AP-യിൽ സഹോദരി സഹോദരന്മാർക്ക് വലിയ ടാലൻസ് ഉള്ളവരാണ്, ഞാൻ കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഫസ്റ്റ് മേടിച്ചവരാണ്. ഫസ്റ്റ് പറയുകയാണ്, അടുത്ത ആഴ്ച തൊട്ട് എന്താണോ കൊയറിന് എല്ലാവരും കടന്നു വരണം. ഫസ്റ്റ് മേടിച്ചവർ കടന്നു വരണം, പാടണം. നിങ്ങൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് ചെയ്യണം? പാടണം. കാരണം നിങ്ങൾ ആരുടെ ഭാഗമാണ്? സഭയുടെ ഭാഗമാണ്, ക്രിസ്തുവിന്റെ ഭാഗമാണ്. ക്രിസ്തുവിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ ആ ശക്തിയെ കാണിച്ചില്ലെങ്കിൽ ആര് കാണിക്കും? ആർക്കും കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. വലിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുക, വലിയ കാര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ എല്ലാവരും വലുതാകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ ചർച്ചിനെ, സഭയെ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്ററിനെ നമ്മൾ വലുതായിട്ട് കാണുന്നു. നമ്മുടെ സഭയെ നമ്മൾ വലുതാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യൂത്ത് ഗ്രൂപ്പിനെ നമ്മൾ ഏറ്റവും വലുതാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂളിനെ വലുതാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തെ വലുതാക്കി കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ എന്താക്കി കാണിക്കാൻ ശ്രമിക്കുന്നു? വലുതാക്കി നമ്മൾ സ്വന്തമായിട്ട് തന്നെ വലുതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലെ? സെൽഫിയുടെ സമയമാണിപ്പോ. എല്ലാവരും എന്തോ ആക്കാൻ ശ്രമിക്കുകയാണ്? സ്വന്തമായിട്ട് എല്ലാവരെയും കാണിക്കണം, ഞാൻ ആരാണ്.
വലുതാണ്. എവിടെയെങ്കിലും ഒരു ചാഴ്ച കിട്ടിയാൽ നമ്മൾ വലിയ ആൾക്കാരോട് നിന്ന് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് പറയും ഇന്നയാൾ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവനോടല്ല, ഇന്നയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനാരാണ്? വലിയ ആളാണ്. അപ്പൊ നമ്മളെല്ലാവരും വലുതാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെ? വലുതാകാൻ ആഗ്രഹിക്കുന്നത്, വലുതാകാൻ. സ്വർഗരാജ്യത്തിൽ എത്ര പേർ വലുതാകാൻ ആഗ്രഹിക്കുന്നുണ്ട്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ആളാകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലുതാകണം? അറിയില്ല, ഇല്ല. എല്ലാവരും ചെറുതായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ചെറുതും ഇവിടെ വലുതാകാനും ആഗ്രഹിക്കുന്നത്. അല്ലേ? വളരെ നല്ല കാര്യം. മത്തായി 18:1-14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ആധാരമായിട്ട് ചിന്തിക്കുന്നത്. മത്തായി 18-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുത്ത് വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവിതത്തിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവിതത്തിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാരോട് ഏകദേശം 3.5 വർഷക്കാലം കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്നിരുന്നു. ലാസ്റ്റ് ഡേ ആണ്, യേശുവിന്റെ ജീവിതത്തിലെ അവസാന ദിവസം. അവസാന ദിവസം ആയപ്പോൾ ശിഷ്യന്മാർക്കൊരു പരിഭ്രമം. അതിന് ശിഷ്യന്മാരടുത്ത് വന്ന് ചോദിച്ചു, നീ ഏതായാലും സ്വർഗരാജ്യത്തിന്റെ ആളാകുമല്ലോ, രാജാവാകുമല്ലോ. അപ്പൊ സ്വർഗരാജ്യത്തിൽ എന്തോ ആയിത്തീരുന്നതാണ്? ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. ഇവിടെ ശിഷ്യന്മാർക്കൊരാഗ്രഹം ആരായിരിക്കണം? വലിയ ഒരാളാകണം. എവിടെ വലിയ ആളാകണം? സ്വർഗരാജ്യത്തിലെ വലിയ ആൾക്കാരായിട്ട് വലതും ഇടത്തും ഒക്കെ ഇരിക്കാനായിട്ട് പലപ്പോഴും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. വലിയ ആളാകണമെന്നൊരാഗ്രഹം എവിടെ? സ്വർഗരാജ്യത്തിൽ വലിയ ആളാകണമെന്നൊരാഗ്രഹം വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, എന്താ പറയുന്നത്? ഒരു പിഞ്ച് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, വലിയ ആളാകാനൊക്കെ വരട്ടെ, നീ ആദ്യമേ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് വലിയ ആളാകാൻ ചിന്തിക്കാന്ന് പറയും. ഈ ശിശുവിനെ പോലെ ആയിത്തീരുകയാണെന്നുണ്ടെങ്കിൽ എന്തുവായിത്തീരും? നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ആദ്യമേ നമുക്ക് ചിന്തിക്കാൻ, ശിശുക്കളെ പോലെ നമ്മൾ ആയിത്തീരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ വലിയവരാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രസംഗത്തിന്റെ വിഷയം അതാണ്, നമ്മൾ വലിയവരാകുക. എവിടെ? സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുക. അതിന് ഒരു പാടുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിൽ നമ്മൾ വലുതാകണമെങ്കിൽ നമ്മൾ ആരെ പോലെ ആയിത്തീരണം? ശിശുക്കളെ പോലെ ആയിത്തീരണം. അതാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? വലിയ കാര്യമാണോ? യേശു പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങൾ യേശു പറയാറുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും യേശു പറയാറില്ല. യേശു പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്തുവായിത്തീരും? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അല്ലേ? ദൈവം ടാങ്കി കലക്കി കൊടുക്കാൻ പോലും പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ മതി, അതുപോലെ നമുക്ക് ഇടവ പറ്റുമോ? ഇല്ല. പിന്നെ യേശു പറഞ്ഞ എന്താണ്? നിങ്ങളുടെ വിശ്വാസം എപ്രകാരമായിരിക്കണം? വലിയ മലമലായിരിക്കണം എന്നാണ് പറഞ്ഞത്. കടുകുമണി പോലുള്ള വിശ്വാസം. അത്ര വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാക്കത്തില്ലേ? കടുകുമണി പോലുള്ള വിശ്വാസം, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ യേശു പറയുകയാണ്, നീ സ്വർഗരാജ്യത്തിൽ വലിയവനാണെങ്കിൽ നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ആരെപ്പോലെ ആയിത്തീരുക? പിഞ്ചു കുഞ്ഞിനെ പോലെ ആയിത്തീരുക. ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുക. കുഞ്ഞിനെ നോക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? കുഞ്ഞുങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും. അല്ലേ? സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പലപ്പോഴും മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം പഠിക്കാൻ സാധിക്കും, അവർ നിഷ്കളങ്കരാണ്. അല്ലെ? അവർക്ക് ഒരു തെറ്റോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ച് തെറ്റിയാനുള്ള കഴിവൊന്നും അവർക്ക് ഇല്ല. അവർ കപടമില്ലാത്തവരാണ്. അവര് മറ്റുള്ളവരെ എപ്പോഴും ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണുന്നത്. ഒരിക്കലും അവർ തന്നെത്താനെ വലിയ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണത്തില്ല. അവരെപ്പോഴും ഡിപ്പെൻഡഡ് ആണ്, എപ്പോഴും താഴ്ന്നിരിക്കുന്നത്. യേശു ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ശിശുക്കളെ പോലെ ആയാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ആരായിത്തീരും? വലിയവരായിരിക്കും. അപ്പൊ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാവരും എപ്രകാരമുള്ളവരാണ്?
ശിശുക്കളെ പോലുള്ളവരാണ് പ്രവേശിക്കുന്നത്. അപ്പൊ ശിശുക്കളെ പോലുള്ള ഒരു മനുഷ്യൻ സ്വരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലുതിന്റെ ആവശ്യമുണ്ടോ? അവിടെ ചെല്ലുന്നവരെല്ലാവരും വലിയവരാണ്. കാരണം കുഞ്ഞുങ്ങളെ പോലെ താഴ്മയുള്ളവര്, നിഷ്കളങ്കര്, കപടമില്ലാത്തവര്, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠത നിന്നവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അപ്പൊ അവിടെ ചെല്ലുന്നവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. അപ്പൊ നമ്മൾ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുക, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മത്തായി 25-ാം അധ്യായം അതിന്റെ 31 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധൂതരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ എനിക്ക് വേണ്ടിപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തിരികെയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തിരികെയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു? എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. മതി. അതിനുശേഷം പല കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് നമ്മൾ ഒരു ചെറിയവനായി തീരണം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയവനായി തീരുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ ആരായി തീരും? വലിയവനായി തീരും. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് എല്ലാം തിരിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നിരുന്ന ഡ്രൈവർ സീറ്റിന് അടുത്തേക്കാണ് ഓടിച്ചെന്നത്. തല തിരിച്ചു ഇപ്പറ ഇരിക്കണമായിരുന്നു. കടന്നു വന്നപ്പോൾ നമ്മളെപ്പോഴും ഇന്ത്യയിൽ പോകുന്ന പോലെ അല്ലല്ലോ, മറ്റേ റോഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ കാണുന്നതല്ല എനിക്ക് തല തിരിഞ്ഞാൽ തോന്നിയത്. അപ്പം സ്വർഗരാജ്യവും ഇതുപോലെ തല തിരിഞ്ഞത് തന്നെയാണ്. സ്വർഗരാജ്യത്തിൽ ഒരുവൻ യജമാനനാകണമെങ്കിൽ അവൻ എന്തോ ചെയ്യണം? ദാസനാകണം. ഒരുവൻ വലിയവനാണെങ്കിൽ എന്തോ ആകണം? അവൻ ചെറിയവനാകണം. ഒരുവൻ വലുതാകണമെങ്കിൽ ഇപ്പൊ കുഞ്ഞായിത്തീരണമെന്ന് പറയുന്നത് അല്ലേ? എല്ലാം തിരിഞ്ഞാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങൾ. അപ്പം വലിയ പാടുള്ള കാര്യമല്ല നമ്മൾ സ്വർഗരാജ്യത്തിൽ വലുതാകാനായിട്ട്. നമ്മൾ സ്വർഗരാജ്യത്തിൽ വലുതാകണമെങ്കിൽ നമ്മൾ ഇവിടെ എന്തായിത്തീരുക? ചെറിയവരായിത്തീരുക. ഇത്രയും കാര്യം ചെയ്താൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ വലിയവരായിത്തീരും. അപ്പൊ ഈ ചെറിയ മനുഷ്യൻ ആരാണെന്ന് വേറൊരു എക്സ്പ്ലനേഷൻ യേശുക്രിസ്തു മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്. ഈ ചെറിയവൻ അവൻ ഒരു എൻട്രൻസ് എക്സാം, സ്വർഗത്തിലൊരു എൻട്രൻസ് എക്സാം നടക്കുകയാണ്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് എക്സാം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ലീക്കായി. എന്താ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം പോലും തന്നില്ല. അതുകൊണ്ട് ദുഷ്ടനായ മനുഷ്യ എവിടെ പൊക്കൂ? നരകത്തിലേക്ക് പോയിക്കൊടുക്കുക. മറ്റവനോട് പറഞ്ഞു, ഞാൻ വിശന്നിരുന്നു, ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, കുടിപ്പാൻ തന്നു. എല്ലാം തന്നു. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോരുകയെന്ന്. അല്ലേ? അതല്ലേ നടന്നത്? അതല്ലേ നടന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സ്വർഗത്തിൽ കയറാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ലീക്ക് ആയി കഴിഞ്ഞു. ലീക്ക് ആയിട്ട് പോലും നമുക്ക് പാസ്സാകാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ദൈവം നമ്പറാൻ എന്തെടുക്കും? ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ലീക്കാക്കി ബൈബിളിൽ കൊടുത്തതിന് ശേഷം പോലും നമുക്ക് എന്തോ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ അവര് പറയുന്ന പോലെ തന്നെ കർത്താവേ, ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇങ്ങനെ കണ്ടില്ല. ഞങ്ങൾ ആരെയും കാണുന്ന പോലുമില്ല. നഗ്നരായിട്ട് ആരെയും കാണുന്നുണ്ടോ? ഇല്ല. വിശക്കുന്നവരായിട്ട് ഞങ്ങൾ ആരെയും കാണുന്നില്ല. ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഒന്ന് വിശക്കുന്ന ഒരുത്തിനെ കണ്ടിട്ട് വേണ്ടേ കൊടുക്കാൻ. ഗൾഫിലാണെങ്കിൽ ആരുമില്ല. താങ്ക് യു വേണം വെച്ച് തന്നു. ദൈവങ്ങളെ, ഞാൻ തമാശയായിട്ടാ പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നല്ലേ പറയുന്നത്. നമ്മൾ വിശക്കുന്നവരെ കാണുന്നുണ്ടോ? നമ്മൾ നഗ്നരായിരിക്കുന്നവരെ കാണുന്നുണ്ടോ? നമ്മൾ ദാഹിക്കുന്നവരെ കാണുന്നുണ്ടോ? നമ്മൾ ആരെയും കാണുന്നില്ല. നമ്മുടെ കണ്ണ് അതൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ളവരോട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് തന്നില്ല. അപ്പൊ പറയോ, ഞങ്ങൾ കണ്ടില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നു. അയ്യോ, ഇഷ്ടംപോലെ ടാങ്കിൽ കൊണ്ടായിരുന്നല്ലോ, വരാൻ വരായിരുന്നോ, ഞാൻ കണ്ടില്ലല്ലോ. ഈ ചെറിയവരോട് നിങ്ങൾ ചെയ്തത് എല്ലാം ആരോടാവുന്നു? എന്നോടാണ്. ദൈവമക്കളെ, നമ്മൾ ചെറിയവരെ കാണുമ്പോൾ, ആവശ്യമുള്ളവരെ കാണുമ്പോൾ
നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാര്യമാക്കാതെ വിടുകയാണ്. ഈ ചെറിയവരോട് ആരോടാ യേശു പറഞ്ഞത്? ആരോടാ? ചെറിയവരോട്, ആവശ്യമുള്ളവരെ നിങ്ങൾ അവരോട് മുൻപിൽ നിങ്ങൾ കണ്ണടച്ച് കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നരകത്തിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞല്ലേ? എന്താ പറഞ്ഞെങ്ങനെയാണ്? അവനെ കല്ല് കെട്ടി തൂക്കി സമുദ്രത്തിന്റെ അടിയിലേക്ക് എന്റെ താഴത്തേക്ക് അവൻ സാധാരണ നേരെ നരകത്തോട് പോകട്ടെന്ന്. അവന് വേറെ ചാൻസ് കൊടുക്കുകയേ വേണ്ടെന്ന്. ഈ ചെറിയവനെ നോക്കാത്തവനെ ഒരു ചാൻസ് കൊടുക്കണം, അവന് പൊക്കോട്ടെ. ദൈവം യേശുക്രിസ്തു വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് യേശുവിന് പറയാൻ സാധിക്കുമോ അതെനിക്ക് ഒന്നുമില്ല. യേശു തന്റെ ജീവിത സമയത്ത് താൻ രോഗികളെ സൗഖ്യമാക്കി, താൻ ചിതറിക്കിടക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. കുഷ്ഠരോഗികളോട് ചെന്ന് തൊട്ടു അല്ലെ? അവൻ എന്തെല്ലാം മനസ്സലിവുള്ള കാര്യങ്ങളാണ് യേശു ചെയ്തത്. ഭക്ഷിപ്പാനായിട്ട് 5 അപ്പം 5000 പോഷിപ്പിച്ച് അവർ ഭക്ഷണം അവർ വിശക്കുന്നു അവർക്ക് കൊടുക്കാമെന്ന് ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ ഓടിച്ചു വിട്ടേക്ക്, നമ്മൾ കൊടുക്കാനൊന്നും ശ്രമിക്കണ്ട, അവനൊന്നും പോയി എവിടെയെങ്കിലും പോയി കഴിച്ചോളും. ഓടിച്ചിട്ട് അവൻ യേശുവിന് വേണ്ട, അത് ഇരുത്ത്, നമുക്ക് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. യേശുവിന്റെ മനസ്സ് നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയം മനസ്സാക്ഷിയുള്ള ഹൃദയമാണോ? ദൈവം നമ്മളെ ഒരു എൻട്രൻസിന്റെ, ഞാൻ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ഭാഗമേ പറയുന്നുള്ളൂ. വീണ്ടും ജനനം, സ്നാനം, അതെല്ലാം മറ്റു ഭാഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രം പറയുകയാണ്. ഈ ചെറിയവരോട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ആരോട് ചെയ്യുന്നു? സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവിനോട് ചെയ്യും. അപ്പോസ്തലന്മാർ എന്താ പഠിപ്പിച്ചത്? എഫേസ്യ ലേഖനം 2:10. എഫേസ്യ 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ട, നമ്മൾ സൽപ്രവർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എഫേസ്യ പൗലോസ് പറയുന്നു. അപ്പോ അപ്പോസ്തലന്മാരും പറയുന്നത് നമ്മൾ എന്താ ചെയ്തിരിക്കണം? സൽപ്രവർത്തി ചെയ്യും. നമ്മൾ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി സൽപ്രവർത്തി ചെയ്യുന്നവരല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ സ്വർഗരാജ്യത്തിന് അവകാശികളായതുകൊണ്ട് നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ മടുക്കരുത്. ടൈറ്റസ് 2:14. അവൻ നമ്മെ സൽപ്രവർത്തികളിൽ മതി. അവൻ നമ്മെ സൽപ്രവർത്തിക്ക് ശുഷ്കാന്തിയുള്ള ഒരു ജനം. ദൈവമക്കളെ, നമ്മൾ സൽപ്രവർത്തിക്ക് ശുഷ്കാന്തിയുള്ള ജനമായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറുവാൻ സാധിക്കത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സൽപ്രവർത്തി ചെയ്യുന്നവരായിരിക്കണം എന്നാണ്. ഗലാത്യ ലേഖനം 6:9-10 വായിക്കാം. ഗലാത്യ ലേഖനം 6:9-10. നന്മ ചെയ്യാൻ നാം മടുത്തു പോകരുത്. നാം തക്ക സമയത്ത് കൊയ്യണം എന്നുണ്ടെങ്കിൽ നാം നന്മ ചെയ്യുവാൻ മടുത്തു പോകരുത്. സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ദൈവമക്കളെ, പൗലോസ് ഓർപ്പിക്കുകയാണ്, നമ്മൾ നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുത്തു പോകരുത്. നമ്മൾ നന്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. നന്മ ചെയ്താൽ നമ്മൾ നല്ലതിനെ കൊയ്യും. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഉള്ളവരാണ് അല്ലെ? ഇല്ലാത്തവരായിട്ട് വളരെ കുറവ് ആൾക്കാരെ കാണത്തുള്ളായിരിക്കും. എല്ലാവർക്കും ഉള്ളവരാണ്. നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു, അത് നമുക്കുള്ളതാണ്. പക്ഷെ നമ്മൾ എത്ര ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നോ അതിനെ ദൈവം മൾട്ടിപ്പിൾ ചെയ്യും. ദൈവത്തിന്റെ മാത്തമാറ്റിക്സ് അല്ല. നീ വെച്ചോ, നിനക്കുള്ളത് നീ വെച്ചോ, നമ്മൾ വെച്ചിരിക്കുകയാണ്, അത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എത്ര കൊടുക്കുന്നോ അതിനെ ദൈവം എത്ര മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും? 100 മടങ്ങായിട്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെല്ലാം കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്തതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുത്തു, അതുകൊണ്ട് ഞാൻ ദരിദ്രനായിട്ട് ആയിത്തീർന്നു? ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നു? ഇല്ല, സാധിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര കൊടുക്കുന്നു, സൽപ്രവർത്തിക്ക് വേണ്ടി എത്ര നമ്മൾ കൊടുക്കുന്നു, അതെല്ലാം ദൈവം കണക്കിടും. നമുക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവങ്ങളെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വായിച്ചല്ലോ, ഇങ്ങനെ ചെയ്യാത്തവൻ എവിടെ പോകും? നരകത്തിൽ പോകുന്ന പറഞ്ഞു. നരകം സത്യമാണോ? പാകിസ്ഥാനിൽ വന്ന പാസ്റ്റർ പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. എന്താ പറഞ്ഞേ? നരകവും സ്വർഗവും സത്യമാണ്. അദ്ദേഹം പോയിട്ട് വന്നതാണ്, ആത്മാവിൽ പോയിട്ട് വന്ന കാര്യമാണ്. നരകം സത്യമാണ്. വേദപുസ്തകം നമ്മളെ നരകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവാണ്
ഏറ്റവും കൂടുതൽ നരകത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ചൊരു കാര്യം തെറ്റാണെന്ന് നമുക്ക് സമ്മതിക്കാൻ സാധിക്കുമോ? ഇല്ല, ഞാൻ പറയില്ല. യേശുക്രിസ്തു പറഞ്ഞു നരകത്തെ കുറിച്ച്, ഈ ബൈബിളിൽ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നെങ്കിൽ നരകം സത്യമാണ്. എന്താണ് നരകം? എന്താണ് അത്? അതിനകത്ത് ഇരുട്ടാണ് അല്ലെ? നരകത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിരുന്നു. നരകത്തിനകത്ത് കരച്ചിലും പല്ലുകടിയും ഉണ്ട്. നരകത്തിനകത്ത് എങ്ങനെയുണ്ട്? അവനെ എങ്ങനെയിടാനാ പറഞ്ഞത്? കയ്യും കാലും കെട്ടി തീക്കകത്ത് ഇടാനാ പറഞ്ഞത്. അപ്പൊ കയ്യും കാലും കെട്ടി തീക്കകത്ത് നമ്മളിടും. കൈ അടക്കാൻ മേല, കാലടക്കാൻ മേല. നരകത്തിനകത്തുണ്ട് പല്ലുകടിയുണ്ട്, നരകത്തിനകത്ത് ഇരുട്ടുണ്ട്, നരകത്തിനകത്ത് യാതനയുണ്ട്, നരകത്തിനകത്ത് വേദനയുണ്ട്. നരകം ആർക്ക് വേണ്ടിയുള്ളതാണ്? പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതിനകത്തോട്ടാ പിടിച്ചിടുന്നത്. അങ്ങനെ പിടിച്ചിടുമ്പോൾ അതിനകത്ത് യെശയ്യാവ് പറയുകയാണ്, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, നിന്നെ ഉടപ്പായിട്ട് കൃമികളെ വെച്ചിരിക്കുന്നു. താഴെ പുഴുക്കൾ, മേളിൽ കൃമികൾ. കൃമികൾ മൂക്കിനകത്തൂടെ, മൂക്കിനകത്ത് എന്താ കയറുന്നത്? എവിടെയും കയറുന്ന നമുക്ക് ബുദ്ധിമുട്ടല്ലേ? പുഴുക്കൾ മൂക്കിനകത്തൂടെ കയറി വായിക്കാത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പല്ല് കയറി കട്ട് ചെയ്ത് വീഴും. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കൈയും കാലും കെട്ടിയിട്ടിരിക്കുക. ഒരു ചെറുതായിട്ടൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ദിവസം മുഴുവൻ നമ്മളെന്താ പറയുക, അയ്യോ കൈപുള്ളി. ഇത് ദേഹം മുഴുവൻ തീക്കകത്ത് കിടക്കുക, ഗന്ധകത്തിനകത്ത് കിടക്കുക. ആരെയായി തീക്കകത്ത് പിടിച്ചിരുന്നത്? സത്യം കേട്ടോ, നരകം സത്യമാ. ഇങ്ങനത്തെ നരകത്തിലല്ലേ വരാൻ പോകുന്നത്, അല്ലാതെ അവിടെ ഫൺസിറ്റിയൊന്നുമല്ല. അവിടെ കവിഞ്ഞ് കിടക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ നരകം വളരെ യാതനയുള്ള നരകമാണ്. ഈ നരകത്തിലാണ് ആരെ ഇടുന്നത്? ഈ എളിയവരോട് കാണിക്കാതിരുന്നാൽ, അവന് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, അവന് തുണി കൊടുക്കാതിരുന്നാൽ, അവന് വെള്ളം കൊടുക്കാതിരുന്നാൽ ആരെ ഇടും? അങ്ങനെയുള്ളവരെല്ലാം നമുക്കറിയത്തില്ല. നമ്മളുടെ ഇടയ്ക്ക് എത്രയോ പേരാണ് ഈ നരകത്തിലേക്ക് രക്ഷപ്പെട്ട് പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ കണ്ണടച്ച് കാണിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഈ നരകത്തിലേക്കാണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നരകം അത് സത്യമാണ്, സ്വർഗവും സത്യവും. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവമക്കളെ, എനിക്കറിയാം ഗൾഫിലുള്ള എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് പാസ്റ്റർമാർ കൂടുതലായിട്ട് വരുന്നത്. ദൈവമക്കളെ, എനിക്കറിയാം നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. പക്ഷെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് അതുകൊണ്ടാണ് നൽകുന്നത്. നിങ്ങൾ എപ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നിർത്തുന്നോ, എപ്പോൾ നിങ്ങൾ നന്മ ചെയ്യാൻ നിർത്തുന്നോ, അന്ന് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിൽക്കാൻ തുടങ്ങും. ദൈവമക്കളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കാരണം അതാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ പറയുകയാണ്, എന്താണ്? നന്മ ചെയ്യുവാൻ ഒരിക്കലും മടുത്തു പോകും. ദൈവമക്കളെ, നന്മ ചെയ്യാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് നൽകിയിരിക്കുന്ന കൃപ അതാണ്. ഒരിക്കലും ആ കൃപ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. ദൈവം നമ്മളെ അതുമൂലം സഹായിക്കട്ടെ. യേശുക്രിസ്തു തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഒരുവന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാം. ദൈവമക്കളെ, ക്രൂശ് എടുക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി വേദന സഹിക്കുക. അതല്ലേ ക്രൂശ്? യേശു സ്വന്തമായിട്ട് വേദന അനുഭവിച്ച് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, പാപികൾക്ക് വേണ്ടിയാണ്. അല്ലാതെ യേശുവിന് വേണ്ടിയായിരുന്നോ? അല്ല. യേശു ക്രൂശ് എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, വേദന സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമുക്ക് വേദന എടുക്കുന്നിടം വരെ നമ്മൾ കൊടുക്കുക. യേശു അതാണ് ആഗ്രഹിക്കുന്നത്. തന്റെ ക്രൂശ് എടുത്ത് തന്നെ. നമുക്ക് വേദന എടുക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ, നമ്മുടെ ലൈഫ് കൊടുക്കുമ്പോൾ, നമ്മുടെ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നുണ്ടോ? എടുക്കുന്നില്ലെങ്കിൽ വേദന എടുപ്പോഴും കൊടുക്കണം. ആ സ്ത്രീ ഉണ്ടല്ലോ, കുനിയായ സ്ത്രീ, തന്റെ സമ്പാദ്യം എല്ലാം ഇട്ടപ്പോൾ യേശു പറഞ്ഞു, ഇവളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. യേശു എപ്പോഴും നമ്മളെ നോക്കുന്നത് നമ്മൾ എത്ര ഇട്ടു എന്നുള്ളതല്ല നോക്കുന്നത്, എത്ര നമ്മൾ കൊണ്ടുപോകും ബാക്കി പോക്കറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവങ്ങളെ, മറ്റൊന്നും വിചാരിക്കരുത് എന്നെ കുറിച്ച്. ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിന്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തന്നെ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ആശ്രയിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം ഒരു പ്രസംഗം വന്ന് ഇപ്രകാരം പറഞ്ഞപ്പോൾ, വിശക്കുന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു. മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഫുഡിന്റെ പൈസ എല്ലാവരും കളക്ട് ചെയ്യും. ആ ഫുഡിന്റെ പൈസയും കൊണ്ട് പാക്കറ്റ് ഉണ്ടാക്കി വിശക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും. അതിപ്പോഴും 4-5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മൾ ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനായിട്ട് ഇരിക്കുന്നില്ല. വില്യം കേരി തന്റെ ജീവിതത്തെ മുഴുവനായിട്ട് ഈ ഇന്ത്യക്ക് വേണ്ടി താൻ സമർപ്പിച്ചു. തന്റെ ജീവിതം മുഴുവനായിട്ട് സമർപ്പിച്ചു. താനും തന്റെ ഭാര്യ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു.
ഞാനിതിന് വരണോ എന്ന് തന്റെ ഭാര്യ ദൊറോത്തി പറഞ്ഞു. ഇല്ല, അദ്ദേഹം പുഷ് ചെയ്തു. അങ്ങനെ ദൊറോത്തി വേറെ സഹോദരനോട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ കടന്നു വന്നു. താൻ തന്റെ ഭാര്യയും ആയിട്ട് കടന്നു വന്നപ്പോൾ തന്റെ കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞ് ആ ഇന്ത്യയിൽ കടന്നു വന്നതിന് ശേഷം മരിച്ചു വേണ്ടായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് ഭാര്യയ്ക്കും ഡിസെൻട്രി ആയി. വില്യം പേരിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്. അദ്ദേഹം 7 വർഷം പരിശ്രമിച്ചതിന് ശേഷമാണ് ഒരു വിശ്വാസിയെ കിട്ടിയത്. അദ്ദേഹം ആദ്യത്തെ 7 മാസത്തിനകം 5 പ്രാവശ്യം അദ്ദേഹം വീട് മാറേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന്റെ പൈസ ഇല്ലായിരുന്നു. 7 മാസത്തിനകത്ത് 5 പ്രാവശ്യം. നമുക്ക് 7 വർഷത്തിനകത്ത് ഒരു പ്രാവശ്യം മാറണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. വില്യം പേര് 7 മാസത്തിനകത്ത് 5 പ്രാവശ്യം വീട് മാറേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന്റെ പൈസ ഇല്ലായിരുന്നു. എല്ലാം കളഞ്ഞ് അദ്ദേഹം ഇവിടെ കടന്നു. അതിനുശേഷം 5 വയസ്സ് പ്രായമുള്ള ആ മകൻ അവനും മരിച്ചുപോയി. അവൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവന് വേണ്ടി കുഴിയെടുക്കാൻ ആരുമില്ലായിരുന്നു. ഒരു പെട്ടി ഉണ്ടാക്കാൻ, ശവപ്പെട്ടി ഉണ്ടാക്കാൻ ആരുമില്ലായിരുന്നു. വില്യം പേരി തന്റെ കൈകൊണ്ട് തന്നെ ശവപ്പെട്ടി ഉണ്ടാക്കി ആ കുഞ്ഞിനെ അതിനകത്ത് കിടത്തി സ്വന്തം കൈകൊണ്ട് തൂമ്പ എടുത്ത് കുഴിച്ച് അതിനകത്ത് കുഴിക്കകത്ത് കുഞ്ഞിന്റെ ശരീരം വെച്ച് അദ്ദേഹം അതിനെ കവറടക്കട്ടെ. ഇതെല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് വില്യം പേരി ചെയ്തത്. അദ്ദേഹം 6 ഭാഷയിൽ മുഴുവൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. 40 ഭാഷകളോളം പല ബൈബിളിന്റെ ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, attempt great things for God, expect great things from God. ദൈവത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ദൈവത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു. നമ്മുടെ അനുഗ്രഹങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ. അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത്. സ്വന്തം പുത്രനെ യാഗമായിട്ട് അർപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ നൽകി. ആ ദൈവമാണ് നമ്മളോട് പറയുന്നത്, നാമും കൊടുക്കുകയും ദൈവങ്ങളെ കൊടുക്കുന്നതിൽ മടുത്തു പോകരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മടുത്തു പോകരുത്. നമ്മുടെ ലൈഫിനെ ദൈവത്തിന് കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.